വാഹന അപകടത്തിൽ പരിക്കേറ്റ ജഗതിക്ക് പകരക്കാരനായി മറ്റൊരാൾ ഇനിയും മലയാള സിനിമയിൽ ഉദയം ചെയ്തിട്ടില്ല. പല വേഷങ്ങൾ, പല പല കഥാപാത്രങ്ങൾ. ജഗതി ശ്രീകുമാർ ചെയ്യാത്ത വേഷങ്ങൾ മലയാള സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഇത്രയും കാലം സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും ജഗതിയെ പ്രേക്ഷകർ മറക്കാത്തതിന് കാരണം അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ വൈവിധ്യവും അത് അദ്ദേഹം ആർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അഭിനയിച്ചു വച്ചിരിക്കുന്ന ശൈലിയും കൊണ്ടാണ്. സിനിമയിലെ അദ്ദേഹത്തിന്റെ അതുല്യമായ അഭിനയത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ജഗതിയെക്കുറിച്ച് പലർക്കും പല അഭിപ്രായമാണ്. ചിലർക്ക് ജഗതി ദേഷ്യക്കാരനായ സഹപ്രവർത്തകനാണ്, മറ്റു ചിലർക്ക് ജഗതി നല്ല രീതിയിൽ പെരുമാറുന്ന സഹപ്രവർത്തകനാണ്. ജഗതിയുടെ ദേഷ്യത്തെക്കുറിച്ച് പല അഭിനേതാക്കളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ചില പൊതുവേദികളിൽ ജഗതി വളരെ മോശമായി സംസാരിച്ചിട്ടുണ്ട്. അവതാരിക രഞ്ജിനി ഹരിദാസിനെ അപമാനിച്ച് സംസാരിച്ചതിന്റെ വിവാദം ഇന്നും കെട്ടടങ്ങിയിട്ടില്ല. രഞ്ജിനിയുടെ കരിയറിലെ ഏറ്റവും വിഷമകരമായ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു ആ സംഭവം. മറ്റൊരിക്കൽ ഒരു കോളേജ് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ജഗതി നടി നയൻതാരയെ അപമാനിച്ച് സംസാരിച്ചിരുന്നു. മലയാളത്തിൽ നിന്ന് തമിഴിൽ പോയ നയൻതാരയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് കാണികൾ ജഗതിയോട് ചോദിച്ചു. അപ്പോൾ ജഗതി പറഞ്ഞു, നയൻതാര ഒരു പാവം പെൺകുട്ടിയാണ്, ഒരു കേരളീയ സുന്ദരി, ജീവിക്കാൻ വേണ്ടി സിനിമയിലേക്ക് ഇറങ്ങി. കേരളത്തിൽ വന്നാൽ സാരി ഉടുക്കും, കേരളം വിട്ടാൽ ജട്ടി ഉടുക്കും എന്നാണ് ജഗതി അന്ന് പറഞ്ഞത്. ഈ അധിക്ഷേപ പരാമർശം കേട്ട് കാണികൾ അന്ന് കൈയടിച്ചു. നയൻതാര മനസ്സിനക്കര എന്ന മലയാള സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നതെങ്കിലും മലയാള സിനിമാ ലോകത്ത് തുടരാതെ നയൻതാര പെട്ടെന്ന് തന്നെ തമിഴകത്തേക്ക് പോയി. പിന്നീട് അവിടെ ഒരു താരമായി നയൻതാര വളർന്നു പന്തലിച്ചു. ഒരു തമിഴ് അഭിമുഖത്തിൽ നയൻതാരയോട് മലയാള സിനിമാ രംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഡിപ്ലോമാറ്റിക് ആകാൻ താല്പര്യമില്ല. ബോംബെയിൽ നിന്ന് വരുന്ന നായികമാരാണെങ്കിൽ അവർക്ക് ബഹുമാനം നൽകും, എന്നാൽ സ്വന്തം നാട്ടിലെ കുട്ടിയാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കും. അതൊരു തെറ്റായല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലെ പെണ്ണല്ലേ, എന്തിന് ആർട്ടിഫിഷ്യലായി ബഹുമാനം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എങ്കിൽ പോലും ആർട്ടിസ്റ്റ് എന്നും ആർട്ടിസ്റ്റാണ്, അത് അവർ ശ്രദ്ധിക്കണം എന്നാണ് നയൻതാര പറഞ്ഞത്. മലയാള സിനിമയിലേക്കാൾ ബഹുമാനം മറ്റു ഭാഷകളിൽ ലഭിക്കാറുണ്ടെന്ന് മറ്റു ചില നടിമാരും പറഞ്ഞിട്ടുണ്ട്. ജഗതി അപമാനിച്ച നയൻതാരയുടെ ഇന്നത്തെ പ്രശസ്തി നമുക്കൊരിക്കലും ഊഹിക്കാൻ പോലും കഴിയുന്നതല്ല. പ്രതിഫലം കോടികളാണ്, സ്വന്തമായി ജെറ്റ് വിമാനം. ഇതെല്ലാം നയൻതാര ഒരു നാൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല. സകല അപമാനങ്ങളും സഹിച്ചു തന്നിലെ കഴിവുകളെ തേച്ചുമിനുക്കി പടിപടിയായി വളർന്നു വലുതായതാണ്. അഭിനയത്തിന്റെ കാര്യത്തിൽ നയൻതാര മറ്റു പ്രതിഭകളെക്കാൾ അല്പം താഴെ തന്നെ ആയിരിക്കാം. പക്ഷേ കഠിന പ്രയത്നത്താൽ അവർ ഉണ്ടാക്കിയെടുത്ത താരപദവി അത് സിനിമയിലേക്ക് കടന്നു വരുന്ന ഓരോ മലയാളി പെൺകുട്ടിക്കും ഇന്നും പ്രചോദനം തന്നെയാണെന്നാണ് GPS മീഡിയയുടെ എളിയ അഭിപ്രായം.